ഹായ് ഓൾ, ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വീഡിയോ നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ഹായ്, ഒന്നാലോചിച്ച് നോക്കിയ ഓരോ മുറിവുകളും ഒരു ഓർമ്മപ്പെടുത്തലല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഒരിക്കലും ചിന്തിക്കാത്ത എത്രയോ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാലം പോലെ കെട്ട കാലവും വരും. എന്നാൽ എന്തു വന്നാലും നേരിടുമെന്ന് ഉറപ്പുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നിഷ്പ്രയാസം സാധിക്കും. അവനവനിലും ദൈവത്തിലും ചികിത്സിക്കുന്നവരിലും വിശ്വാസം അർപ്പിക്കുക, ബാക്കിയെല്ലാം തനിയെ ശരിയായിക്കൊള്ളും. എത്ര പെട്ടെന്നല്ലേ ഓരോ മാറ്റങ്ങളും ഉണ്ടാവണേ. ദേ ഇപ്പോൾ മുറിവുകൾ ഏകദേശം കരിഞ്ഞു തുടങ്ങി. കുറേശ്ശെയായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇപ്പം എൻ്റെ ഒരു ഫേസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യണത്. അതിനൊരു റീസൺ, ഫേസിന് എന്തോ സംഭവിച്ചേക്കുന്നതാണ്. എന്ത് പറ്റിയതാണെന്നൊന്നും ആൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ പേടിയാണ് തോന്നുക, കാരണം മുഖത്ത് എന്തോ സംഭവിച്ചതാണ്. അപ്പം ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഞാൻ ആളുടെ അടുത്ത വീഡിയോ വരുന്നത് വരെ ഞാൻ നോക്കി നിൽക്കണമായിരുന്നു. അപ്പം പിറ്റേ ദിവസം ആൾ വേറൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ആ ഫേസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് ആൾ പറയണത് കേട്ടപ്പം തന്നെ എനിക്ക് എന്തോ പോലെയായി. കാരണം നമ്മൾക്കും ഈ ഒരു അവസ്ഥ എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നു പോകും പെട്ടെന്ന്. ആളുടെ മുഖത്ത് കിച്ചണിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുക്കറിൽ നിന്ന് പൊട്ടിത്തെറിച്ചതാണ്. അങ്ങനെ ആക്സിഡൻ്റായി മുഖം ഫുള്ള്. അത് ആൾ പറയുന്നത് ഇങ്ങനെയാണ്, ആള് കറി ആർന്ന് അടുപ്പത്ത് വെച്ചിട്ടാണ് ആൾ വിസിൽ കളഞ്ഞത്. അതിന് ശേഷം വിസിൽ കുറച്ചും കൂടെ പോയി തീരാനുണ്ടായി. അപ്പോൾ അത് ആൾ ഇങ്ങനെ ബലം ഉപയോഗിച്ച് ഒന്നിങ്ങനെ പൊക്കാൻ നോക്കിയപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നാണ് ആൾ അതിൻ്റെ അകത്ത് പറയണത് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം അങ്ങനെ സംഭവിക്കുമ്പോൾ. പിന്നെ ആൾക്ക് അത് അങ്ങനെ തുറന്നത് മാത്രമേ ആൾക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും തുറക്കലും അതിൻ്റെ അകത്തുള്ള കറി ഫുൾ ആളുടെ മുഖത്തേക്ക് ഇങ്ങനെ തെറിച്ച് വരുവാണ് ചെയ്തത്. അപ്പം ആ ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട്, നമുക്ക് അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴത് മനസ്സിലാവുള്ളൂ. ആൾക്കതിന് ശേഷം ഒന്നും ഓർമ്മയില്ല എന്നാണ് പറയണത്. പിന്നീട് അതിൻ്റെ ഓരോ സ്റ്റേജസും ആൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു മുഖത്തൊരു ചെറിയൊരു എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അത് എപ്പോൾ മാറും, എത്ര നാളെടുക്കും ഇനി അത് മാറാനായിട്ട് എന്നുള്ള ഒരു പേടിയിലായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചാലുള്ള കാര്യം നമുക്ക് ഓർക്കാനേ വയ്യ. അപ്പം ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിൽ അങ്ങനെ നിന്നിട്ടായിരിക്കാം ആ ഒരു വിസിൽ തങ്ങി നിന്നത് കൊണ്ടാവാം അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ ഉമ്മമാരായാലും മക്കളായാലും അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മളുടെ സേഫ്റ്റി നമ്മളുടെ കയ്യിൽ തന്നെയാണ്. കാരണം വളരെയധികം ശ്രദ്ധിക്കണം. കുക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച്. കുക്കർ നമ്മൾ അടക്കുന്ന സമയത്ത് മൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്യുമല്ലോ. അപ്പം മൂടി വെച്ച് അടച്ച ശേഷം ലിഡ് നേരത്തെ ഊരി വെക്കുക. എന്നിട്ട് ഉള്ളിൽ നമ്മൾ കുക്കറിൽ വെച്ചേക്കുന്നത് തിളച്ച് വരുമ്പോൾ മുകളിലേക്ക് ആവി വരുമല്ലോ കുക്കറിൻ്റെ ലിഡിൻ്റെ മുകളിൽ കൂടെ. അപ്പം ആ ആവി വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ആ ലിഡ് വെച്ച് ക്ലോസ് ചെയ്താൽ മതി. ആ ഒരു നോബ് ഉണ്ടല്ലോ മുകളിലുള്ളത്, അപ്പം നമുക്കറിയാൻ പറ്റും, ആവി മുകളിലേക്ക് വരുന്നത് കാണാൻ പറ്റും. അപ്പം ആവി വന്ന ശേഷം ലിഡ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആവി വരുന്ന ആ ഒരു ഭാഗത്തായിരിക്കും എന്തെങ്കിലും ക്ലോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ആവി വരുമ്പോൾ മുകളിലേക്ക് തള്ളിപ്പൊക്കോളും. അതെല്ലാം നമ്മൾ നേരത്തെ തന്നെ മൂടിയുടെ മുകളിൽ നോബ് വെച്ച് ക്ലോസ് ചെയ്ത ശേഷമാണ് നമ്മൾ മൂടി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവും കൂടുതൽ അപകടങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കണത് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പം നിങ്ങളങ്ങനെ ശ്രദ്ധിക്കുക പരമാവധി. നമ്മൾ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ അടുക്കളയിലായിരിക്കും ചിലവഴിക്കുന്നത്. അപ്പം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. അപ്പം എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം അനുഭവിക്കണം. വേദന നമുക്ക് ആർക്കും ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മളുടെ വേദന നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പം എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക. എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്ത് ശ്രദ്ധയോടെ മാത്രം കിച്ചണിൽ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്.